ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ഫെബ്രുവരി മാസം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഇന്ന് ഫെബ്രുവരി 26 ഡാറ്റ പ്രകാരം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ പ്രേമലു ആണല്ലോ. 65 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷൻ വെറും 17 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ട സിനിമ. ഇനി ഈ സിനിമ എങ്ങാനും 100 കോടിയിലേക്ക് എത്തപ്പെടുമോ, 100 കോടി നേടിയെടുക്കാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ടല്ലോ. ബ്രഹ്മയുഗത്തിന്റെ റിലീസിന് മുന്നേ പ്രേമലു എന്ന സിനിമ 50 കോടി നേടിയെടുക്കുമോ എന്നൊരു ചോദ്യത്തിന് ഒരു 50-50 സാധ്യതയായിരുന്നു അന്ന് നൽകിയതെങ്കിൽ ബ്രഹ്മയുഗത്തിനെയും പൊട്ടിച്ച് അതിനുശേഷം ഈ അനിമൽ ബോയ്സ് എന്ന സിനിമയോടൊപ്പം ക്ലാഷിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നോട്ട് കുതിക്കുന്ന 50 കോടി കളക്ഷൻ മറികടന്ന ഈസി ആയിട്ട് മറികടന്ന ഒരു പ്രേമലു ടീമിനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 100 കോടി സാധ്യത നിലവിൽ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. നിലവിൽ ഈ സിനിമയുടെ കാര്യത്തിൽ ബോക്സ് ഓഫീസ് കാര്യങ്ങളെല്ലാം തന്നെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു മലയാളം റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടികയിൽ ടോപ്പ് 5 ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ഹൃദയം. ആ സിനിമയാണ് ഹൃദയം എന്ന സിനിമയാണ് പ്രണവിന്റെ സിനിമയാണ് 2022 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ 55 കോടിയാണ് കഴിഞ്ഞ ദിവസം പ്രേമലു മറികടന്നത്. ഇനി മറികടക്കേണ്ട മറ്റൊരു റൊമാൻറ്റിക് എന്റർടൈനർ സിനിമ, അതും മലയാളത്തിലെ സെൻസേഷണൽ സിനിമ, അത് നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമയാണ്. 74 കോടിയായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. പ്രേമത്തിനെയും മറികടന്ന് ഒരു റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയുടെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് പ്രേമലു മാറുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കും. നിവിന്റെ കരിയർ ബെസ്റ്റ് മറികടക്കുകയാണെങ്കിൽ പിന്നെ മറികടക്കേണ്ടത് ദുൽഖറിന്റെയും മമ്മൂട്ടിയുടെയും കരിയർ ബെസ്റ്റ് കളക്ഷനാണ്. കഴിഞ്ഞ ദിവസം ദുൽഖറിന്റെ പാനന്തൻ സിനിമ കുറുപ്പ് എന്ന സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ, ദുൽഖറിന്റെ കരിയർ ബെസ്റ്റ് കളക്ഷൻ കേരളത്തിൽ പ്രേമലു മറികടന്നിരുന്നു. ഇനി കുറുപ്പിന്റെ വേൾഡ് വൈഡ് കളക്ഷനായ 81 കോടി രൂപ കൂടി മറികടക്കുകയാണെങ്കിൽ അത് വേറെ ലെവൽ മാസ് പ്രകടനമാണ് പ്രേമലു ടീമിൽ നിന്ന് നിസ്സംശയം പറയാം. ശേഷം മമ്മൂട്ടിയുടെ ബിഗ് ബി കോംബോയിൽ നിന്ന് വന്ന അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ കൂടി പ്രേമലു മറികടക്കുകയാണെങ്കിൽ അതിനെ എന്ത് പേര് വിശേഷിപ്പിക്കണമെന്ന് നമുക്കറിയില്ല. എന്തായാലും പ്രേമലു എന്ന സിനിമ നിലവിൽ 65 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി 20 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്താൽ ഈ പറഞ്ഞ രണ്ട് നേട്ടങ്ങളും മറികടക്കും. അതിനുശേഷം 100 കോടിയിലേക്ക് എത്തപ്പെടുമോ എന്ന് നാം ആവേശത്തോടെ ഉറ്റുനോക്കുന്നു. ഇന്നത്തെ കേരള ബുക്കിംഗ് സ്റ്റാറ്റസ് എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് മണിക്കൂറിൽ 1000 ടിക്കറ്റുകൾ പോലും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ടും മൂന്നാമത്തെ തിങ്കളാഴ്ച പ്രേമലുവിന് മണിക്കൂറിൽ 1000 അല്ല 2000-ൽ പരം ടിക്കറ്റുകൾ ഇന്നും വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തരംഗം തീർന്നിട്ടില്ല എന്ന് തന്നെ അർത്ഥം. ഇനി സിനിമയുടെ തെലുഗു പതിപ്പ് മാർച്ച് 8-ാം തീയതി റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അവിടെ തെലുഗു നാട്ടിൽ സിനിമ വേറെ ലെവൽ കളക്ഷൻ ഇനിയും നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. അപ്പോൾ കണ്ടവർ വീണ്ടും കാണാനായിട്ടെത്തിയ പ്രേമലു എന്ന സിനിമ 100 കോടി നേടിയെടുക്കുമോ? നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയൂ.